കോൺഗ്രസ് ലേഖന വിവാദത്തിൽ ഒരു പ്രതികരണത്തിനുമില്ലെന്ന് ശശി തരൂർ MP. സമയം വരുമ്പോൾ സംസാരിക്കും. 26-ന് വരുന്ന പോഡ്കാസ്റ്റ് മുഴുവൻ കേൾക്കണമെന്നും ശശി തരൂർ ആവശ്യപ്പെട്ടു. നിങ്ങളോട് സംസാരിക്കാൻ എനിക്കൊരു മടിയുമില്ല. സമയം വരുമ്പോൾ സംസാരിക്കും. ഒന്നും പറയാൻ എനിക്കൊന്നും പറയാനില്ല. 26-ാം തീയതി പോഡ്കാസ്റ്റ് ഇറങ്ങും. അത് കേട്ടിട്ട് അതിന് മുമ്പ് ഇന്ത്യൻ എക്സ്പ്രസ് ആരോ റിലീസ് ചെയ്യാൻ പറയൂ. ഞാൻ 10 ദിവസമായി സംസാരിച്ച് PR അരവിന്ദ് വിവരങ്ങൾ നൽകും. അരവിന്ദ്, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളോടൊന്നും പ്രതികരിക്കാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ശശി തരൂർ. ദിവ്യ, എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനമായും ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത് 26-ന് ഈ പോഡ്കാസ്റ്റ് പുറത്തിറങ്ങുന്നുണ്ട്. അത് പൂർണ്ണമായും കേട്ടതിന് ശേഷം ചോദ്യങ്ങൾ ഉന്നയിക്കുമെന്നാണ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. 10 ദിവസമായി ഈ ആവശ്യം താൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളും ഈ ആവശ്യം ഇന്ത്യൻ എക്സ്പ്രസിനോട് ആവശ്യപ്പെടുവാനാണ് ശശി തരൂർ ചൂണ്ടിക്കാണിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഡൽഹിയിലെ വസതിയിലേക്ക് എത്തിയത്. എന്തായാലും വിഷയത്തിൽ പ്രതികരിക്കുവാൻ ശശി തരൂർ തയ്യാറായിട്ടില്ല. എന്തായാലും വലിയ വിമർശനമാണ് ഈ പോഡ്കാസ്റ്റിലടക്കം ശശി തരൂർ കേരളത്തിലെ നേതാക്കൾക്കെതിരെ ഉയർത്തിയത്. കൃത്യമായൊരു നേതൃത്വം കേരളത്തിൽ ഇല്ല എന്ന് ശശി തരൂർ വിമർശനം ഉന്നയിക്കുന്നു. തന്റെ സേവനങ്ങൾ ആവശ്യമില്ലെങ്കിൽ തനിക്ക് മറ്റു വഴികളുണ്ടെന്നും ശശി തരൂർ ഇന്ന് ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇത്തരത്തിൽ നന്നായി പ്രവർത്തിച്ചില്ലെങ്കിൽ കേരളത്തിൽ വീണ്ടും പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലെ കോൺഗ്രസിനുണ്ടാകുമെന്നും ശശി തരൂർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തായാലും സംസ്ഥാനത്തെ നേതാക്കൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരം ശശി തരൂരിന്റെ പ്രസ്താവനകൾക്ക് ശരിയായ രീതിയിലല്ല ഒരു വ്യാഖ്യാനം നൽകുന്നതെന്നായിരുന്നു സംസ്ഥാനത്തെ നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശശി തരൂർ ഇത്തരത്തിൽ അതിര് വിടരുന്ന നിർദ്ദേശമാണ് ഇപ്പോൾ KPCC പ്രസിഡന്റ് അടക്കം നിർദ്ദേശം വച്ചിരിക്കുന്നത്. എന്തായാലും AICC നേതൃത്വം ഈ വിഷയത്തിൽ ശക്തമായ അതിർത്തി വ്യക്തമാക്കിയിട്ടുണ്ട്. തെറ്റിദ്ധാരണ പരത്താനാണ് ശശി തരൂരിന്റെ ശ്രമമെന്നാണ് AICC വൃത്തങ്ങളടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. ശശി തരൂരിന് കൃത്യമായ പദവികൾ നൽകിയെങ്കിലും ശശി തരൂരിന്റെ ഇപ്പോഴത്തെ പ്രസ്താവന അത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള ശ്രമമാണ്. തിരഞ്ഞെടുപ്പ് അടക്കം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പാർട്ടിയെ ദുർബലപ്പെടുത്താനാണ് ശശി തരൂരിന്റെ ശ്രമമെന്നും AICC നേതാക്കൾ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ശശി തരൂരിന്റെ ഒരു വിശദീകരണമാണ് ഈ വിഷയത്തിൽ ഇനി വേണ്ടത്. പല കോൺഗ്രസ് നേതാക്കളും വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപാണ് ഇത്തരം ഒരു ഇന്റർവ്യൂ നൽകിയതെന്ന്. എന്തായാലും കൃത്യമായൊരു വിശദീകരണം ശശി തരൂർ നൽകാത്ത സാഹചര്യത്തിൽ ഇപ്പോഴും ഇതിൽ ആശയക്കുഴപ്പം തുടരുന്നുണ്ട്. എന്തായാലും ശശി തരൂർ വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഉള്ളത്. ദിവ്യ.